ഹായ്, ഇന്ന് കുറേ ആൾക്കാർ ഒരുപോലെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളാണ്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഞാനിപ്പോൾ കുറച്ച് വലിപ്പമുള്ള പ്രഷർ കുക്കർ എടുത്തിട്ടുള്ളത്. അതിൽ 4 മീഡിയം സൈസുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മട്ടനൊക്കെ കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. സവാള നന്നായിട്ടൊന്ന് വഴറ്റി വന്ന ശേഷം കുറച്ച് വെളിച്ചെണ്ണ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മുടെ കറിവേപ്പില ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയ ശേഷം ഇതിലേക്ക് പൊടികളായിട്ട് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ഇനി ഈ പൊടികളുടെ സ്മെൽ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള വലിയൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റി അതിന്റെ ആ ഒരു സ്മെൽ ഉണ്ടല്ലോ, അതൊക്കെ മാറിയ ശേഷം വേണം കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ നിന്ന് വലിയൊരു സ്പൂൺ നമ്മുടെ സവാള ഉണ്ടല്ലോ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇത് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ച് ഒരു 6 വിസിൽ വേവിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ അടിപൊളി മട്ടൻ കറി റെഡി ആട്ടോ. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി ആവശ്യം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് നട്ട്സ് ഒന്ന് അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാട്ടോ. ഇനി വീണ്ടും ഗ്രേവി പോരാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അതും കൂടി മിക്സിയിൽ അരച്ച് ചേർക്കുമ്പോൾ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള അടിപൊളി മട്ടൻ കറി റെഡി ആട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പൊ എന്താണെങ്കിലും എല്ലാവരും ഇനി മട്ടൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.